ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു NCCME കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പുതിയ വീട്ടിലേക്ക് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു വർഷം മുന്നേ ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഉണങ്ങിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് മൊത്തത്തിലൊന്ന് മാറ്റിയിട്ട് അതിൽ മണ്ണൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് പോട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ കുറച്ച് പ്ലാന്റ്സും കൂടെ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് മൊത്തത്തിൽ ഒന്ന് സെറ്റാക്കി എടുക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ്. ആദ്യം തന്നെ നമ്മൾ മണ്ണൊക്കെ ഒന്ന് നനച്ച് വെച്ചിട്ട് നമ്മൾ ഈ പ്ലാന്റ്സ് മണ്ണടക്കം തന്നെ ഞാൻ ചെറിയൊരു ഏരിയയിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് മൊത്തത്തിൽ നമ്മുടെ പോട്ടിൽ നിന്ന് മാറ്റി വെക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് നനച്ച് കൊടുത്തു, ചെടിയൊന്നും വാടാതിരിക്കാൻ വേണ്ടിയിട്ട്. അഥവാ നമ്മൾ 1-2 ദിവസം കഴിഞ്ഞിട്ട് നടുകയാണെങ്കിലും അത് ഫ്രഷായി തന്നെ അങ്ങനെ ഇരുന്നോളും. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പോട്ട്സൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പോട്ടിംഗ് മിക്സ്ചർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് മണ്ണ്, ചകിരിച്ചോറ്, നമ്മുടെ കമ്പോസ്റ്റ്, അത് നമുക്ക് വീട്ടിൽ തന്നെയുള്ള എല്ലാ ഫുഡ് വേസ്റ്റിൻ്റെയും ആ ഒരു കമ്പോസ്റ്റ്, ചാണകപ്പൊടി അതെല്ലാം കൂടെ ഒരു ഭാഗം അതെടുത്തിട്ടുണ്ട്. 2:1:1 ആ ഒരു റേഷ്യോയിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചകിരിച്ചോറൊക്കെ നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമുക്ക് വെയിറ്റ് മാക്സിമം കുറയ്ക്കാനും അതുപോലെ നമ്മുടെ മണ്ണിലൊരു ഈർപ്പം നിലനിർത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ പോട്ടിംഗ് മിക്സൊക്കെ ചട്ടിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേ ഞാൻ നമ്മുടെ വെയിറ്റ് കുറഞ്ഞ ക്ലാഡിങ് സ്റ്റോണിൻ്റെ കഷ്ണം, അതുപോലെ ഓടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹോളിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്ത ശേഷം ചകിരി നാര് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചൊരു ഹൈറ്റ് കിട്ടുകയും ചെയ്യും. അതുപോലെ നമ്മുടെ പോട്ടിന് വെയിറ്റ് കുറയും. നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണല്ലോ, അപ്പം മാക്സിമം വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സിനൊക്കെ ഒരുപാട് ആഴത്തിലേക്ക് റൂട്ട് പോകുന്നൊന്നുമില്ല. ആ ഒരു മുകൾ ഭാഗത്ത് തന്നെയാണ് ആ വേരൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ചകിരിനാരൊക്കെ വെച്ചതിന് ശേഷം അതിലേക്ക് പോട്ടിംഗ് മിക്സ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ സെറ്റാക്കി പോട്ടിംഗ് മിക്സൊക്കെ നിറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പ്ലാന്റ്സ് ആയിട്ട് നട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടർട്ടിൽ വൈൻ തന്നെ കോമൺ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് ടർട്ടിൽ വൈന്. അപ്പോൾ അത് ഞാനിങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഓരോ നോഡിലും വേര് വരും. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പിലായിട്ട് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഓരോ നോഡിൽ ഇതുപോലെ ചെടിയൊക്കെ വന്ന് നല്ലപോലെ വളർന്നു വരും. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ വെച്ചതിന് ശേഷം കുറച്ച് മണ്ണ് കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട ശേഷം ഒന്ന് നനച്ച് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടർട്ടിൽ വൈന് സെറ്റായിട്ടുണ്ട്. ഇതുപോലെ എല്ലാ പ്ലാന്റ്സും നമുക്ക് ചെയ്തെടുക്കാം.
ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ നല്ലപോലെ നമ്മളെ ചെടികളൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഹാങ് ചെയ്ത് വെക്കണം.